മോർണിംഗ് വോയ്സ് എന്ന പ്രതിദിന വചനധ്യാന പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. സർവനന്മകൾക്കും സർവദാനങ്ങൾക്കും ഉറവിടമാണെന്നേശുവേ, സർവനന്മകൾക്കും സർവദാനങ്ങൾക്കും ഉറവിടമാണെന്നേശുവേ. നിന്നെ ഞാൻ സ്തുതിച്ചിടുന്നു ദിനവും പരനേ നന്ദിയാൽ. നിന്നെ ഞാൻ സ്തുതിച്ചിടുന്നു ദിനവും പരനേ നന്ദിയാൽ. ഇന്ന് നമ്മോട് ധ്യാനചിന്ത പങ്കുവയ്ക്കുന്നത് സുശേഷകൻ ജാക്സൺ വരാക്കര. പ്രാർത്ഥനയോടെ ശ്രവിച്ചാലും. ദൈവനാമത്തിന് മഹത്വം. മോർണിംഗ് വോയ്സിൻ്റെ എല്ലാ ശ്രോതാക്കൾക്കും പ്രഭാതവന്ദനം. 118 സങ്കീർത്തനം 24 വാക്യത്തിൽ, ഇത് യഹോവ ഉണ്ടാക്കിയ ദിവസം, ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കുക എന്ന് വായിക്കുന്നു. സാധാരണയായി എല്ലാ ദിവസങ്ങളും യഹോവ ഉണ്ടാക്കിയതാകിയാൽ എല്ലാ ദിവസങ്ങളെ സംബന്ധിച്ചും ഈ പറഞ്ഞത് ശരിയാണ് എന്ന് പറയാമെങ്കിലും ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട്. 22, 23 വാക്യങ്ങളിൽ, വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നിരിക്കുന്നു, ഇത് യഹോവയാൽ സംഭവിച്ചു, നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യമായിരിക്കുന്നു, ഇത് യഹോവ ഉണ്ടാക്കിയ ദിവസം എന്നാണ് നാം വായിക്കുന്നത്. വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നു എന്നത് യേശുക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തിൻ്റെ സൂചകമാണ് എന്ന് അപ്പോസ്തല പ്രവൃത്തി 4 അധ്യായം 10-11 വാക്യങ്ങൾ വ്യക്തമാക്കുന്നു. അങ്ങനെയെങ്കിൽ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ ആ ദിവസമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന യഹോവ ഉണ്ടാക്കിയതും നാം സന്തോഷിച്ച് ആനന്ദിക്കുവാൻ ആവശ്യമുള്ളതുമായ ദിവസം, ആഴ്ചവട്ടത്തിൻ്റെ 1-ാം ദിവസം. ഇന്നിവിടെ ഒരു പുനരുത്ഥാന ദിവസം കൂടെ, ഒരു ആഴ്ചവട്ടത്തിൻ്റെ 1-ാം ദിവസം കൂടെ നമ്മുടെ ജീവിതങ്ങളിൽ നമുക്ക് ലഭ്യമായിരിക്കുന്നു. ഇന്ന് നാം ദൈവസന്നിധിയിൽ സന്തോഷിച്ച് ആനന്ദിക്കുവാനും ആരാധിക്കുവാനും ആവശ്യമുള്ള ദിവസമാണ്. ഈ ആഴ്ചവട്ടത്തിൻ്റെ 1-ാം ദിവസത്തിൻ്റെ പ്രഭാതത്തിൽ സന്തോഷത്തോടെ ദൈവത്തെ ആരാധിക്കുവാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന ഒരു വാക്യം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുവാൻ താല്പര്യപ്പെടുന്നു. 16 സങ്കീർത്തനം 5 വാക്യം, എൻ്റെ അവകാശത്തിൻ്റെയും പാനപാത്രത്തിൻ്റെയും പങ്ക് യഹോവ ആകുന്നു, നീ എനിക്കുള്ള ഓഹരിയെ പരിപാലിക്കുന്നു. സങ്കീർത്തനക്കാരനായ ദാവീദിനോട് ചേർന്ന് ഈ വാചകം നമുക്കും പറയാൻ ഇന്ന് പ്രാഗൽഭ്യമുണ്ട് എന്നത് വളരെ അത്ഭുതകരമായ ഒരു സത്യമാണ്. കാരണം എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിൽ ജാതികളായ നമ്മെപ്പറ്റി പറഞ്ഞിരിക്കുന്നത് നാം ലോകത്തിൽ ദൈവമില്ലാത്തവരായിരുന്നു എന്നാണ്. അങ്ങനെയുള്ള നമുക്ക് ഇന്ന് അവകാശത്തിൻ്റെയും പാനപാത്രത്തിൻ്റെയും പങ്ക് എന്ന നിലയിൽ യഹോവയെ ലഭിച്ചിരിക്കുന്നു. ലോകത്തിലെ മനുഷ്യർ അവർ വിശ്വസിക്കുന്ന അബദ്ധ ദൈവങ്ങളുടെ വിഗ്രഹം ഒരു നോക്ക് കാണുവാൻ എന്തെല്ലാം ത്യാഗങ്ങളാണ് സഹിക്കുന്നത്, എത്രമാത്രമാണ് അവർ യാത്രകൾ നടത്തുന്നത്. അവരുടെ സാങ്കല്പിക ദൈവങ്ങൾ അവർക്ക് അത്രയ്ക്കും അപ്രാപ്യരായിരിക്കുന്നു എന്നാണ് അത് അർത്ഥമാക്കുന്നത്. എന്നാൽ ഇവിടെ ഇതാ സകലത്തിൻ്റെയും ഉടയവനായ ദൈവം നമ്മുടെ അവകാശത്തിൻ്റെ പങ്കായി, നമ്മുടെ പാനപാത്രത്തിൻ്റെ പങ്കായി നമുക്ക് സ്വന്തമായി തീർന്നിരിക്കുന്നു. ഈ സ്ഥിതിയിലിരിക്കുന്ന ജനം ഭാഗ്യമുള്ളത് എന്ന് നാം സങ്കീർത്തനത്തിൽ ആവർത്തിച്ച് വായിക്കുന്നുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ നമുക്ക് കിട്ടേണ്ടിയിരുന്ന ഓഹരി എന്തായിരുന്നു? 11-ാം സങ്കീർത്തനം 6 വാക്യം, ദുഷ്ടന്മാരുടെ മേൽ അവൻ കണികളെ വർഷിപ്പിക്കും, തീയും ഗന്ധകവും ഉഷ്ണക്കാറ്റും അവരുടെ പാനപാത്രത്തിലെ ഓഹരിയായിരിക്കും. ദൈവം മനുഷ്യനെ നീതിമാൻ, ദുഷ്ടൻ എന്നിങ്ങനെ തരം തിരിച്ചാൽ പാപികളായിരുന്ന നാം തീർച്ചയായും ദുഷ്ടൻ എന്ന മേലെഴുത്തിന് കീഴിലേ വരൂ. അങ്ങനെയെങ്കിൽ നമുക്ക് ന്യായമായും കിട്ടേണ്ടിയിരുന്നത് തീയും ഗന്ധകവും ഉഷ്ണക്കാറ്റും ആയിരുന്നു. ഇത് നരകത്തിൻ്റെ സൂചനയാണ് എന്ന് പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ. ഒരിക്കലും ഒരു മോചനം സാധ്യമാകാത്ത വിധം നിത്യത മുഴുവൻ ഗന്ധകം കത്തുന്ന തീപ്പൊയ്കയിൽ യാതന അനുഭവിക്കുക എന്നതായിരുന്നു നമ്മുടെ പാനപാത്രത്തിലെ ഓഹരി. പക്ഷേ ദൈവക്രോധത്തിൻ്റെ ആ പാനപാത്രം ഒട്ടും നേർപ്പിക്കാതെ നമുക്ക് പകരം യേശുക്രിസ്തു കുടിച്ചു തീർത്തു. കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ എന്ന് അവിടുന്ന് പ്രാർത്ഥിച്ചു പറഞ്ഞത്
നമ്മുടെ പാനപാത്രത്തിൻ്റെ യേശുക്രിസ്തു അനുഭവിക്കേണ്ടിയിരുന്ന നമ്മുടെ പാനപാത്രത്തിൻ്റെ ഭയാനകത്വം വ്യക്തമാക്കുന്നു. എന്നാൽ നിൻ്റെ ഇഷ്ടം നിറവേറട്ടെ എന്ന് പറഞ്ഞ് പിതാവിൻ്റെ ഇഷ്ടം നിറവേറുന്നതിലുള്ള തൻ്റെ ഇഷ്ടം പ്രഖ്യാപിച്ച് അവിടുന്ന് ആ പാനപാത്രം മട്ടുപോലും ശേഷിപ്പിക്കാതെ ആസ്വദിച്ചു. നമ്മുടെ ഗന്ധക തീപ്പൊയ്കയും ഉഷ്ണക്കാറ്റും അവിടുന്ന് അനുഭവിച്ചു. അവിടുത്തെ ഹൃദയം മെഴുകുപോലെയായി, കുടലിൻ്റെ നടുവിൽ ഉരുകി, ശക്തി ഓട്ടുകഷ്ണം പോലെയായി, നാവ് അണ്ണാക്കോട് പറ്റിപ്പോയി. അത് നിമിത്തം നമ്മുടെ ഹൃദയത്തിന് സുഖം ലഭിച്ചു. ശിക്ഷയുടെ പാനപാത്രം നീങ്ങി രക്ഷയുടെ പാനപാത്രം നമുക്ക് ലഭിച്ചു. ആ പാനപാത്രത്തിൻ്റെ ഓഹരി ദൈവം നമുക്ക് നൽകിയ എന്തെങ്കിലും ആയിരുന്നില്ല. നേരെ മറിച്ച് ദൈവം താൻ തന്നെയാണ്, യഹോവ താൻ തന്നെയാണ്. ഈ വലിയ അവകാശവും പാനപാത്രവും നമുക്ക് ദാനമായി നൽകിയ ദൈവസ്നേഹത്തെ ഓർത്ത് കർത്താവ് ഉണ്ടാക്കിയ ഈ ദിവസം നമുക്ക് അവിടുത്തെ സന്നിധിയിൽ ആനന്ദിക്കാം, ആരാധിക്കാം. കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.